ഇന്നലെ എൻ്റെ ഫ്രണ്ടിന് അവളുടെ വീട് നഷ്ടമായി. എന്തു പറ്റി? എന്താ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നേ? പ്രിൻസി, നിനക്കറിയാവോ, ഞാൻ 1 കോടിയുടെ ലോൺ എടുത്തിട്ട് ഒരു അപ്പാർട്ട്മെന്റ് വാങ്ങി. ഇപ്പം എനിക്കതിലൊരു സ്വപ്നം പോലെയാണ് തോന്നുന്നേ. എനിക്കാണ് EMI ഒന്നും തിരിച്ചടയ്ക്കാൻ പറ്റുന്നില്ല. പ്രിൻസി, നിനക്കറിയോ, ബാങ്കുകാർ എൻ്റെ വീട് കൊണ്ടുപോയി. എൻ്റെ സ്വന്തം വീട്. സ്വന്തമായിട്ടൊരു വീട് എന്നത് എല്ലാ ആളുകളുടെയും ഒരു സ്വപ്നം തന്നെയാണ്. പക്ഷേ മിക്കപ്പോഴും ആളുകൾ അവർ സാലറിക്ക് അനുസരിച്ച് ഏതൊരു വീട് അഫോർഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും എന്നുള്ളൊരു കാര്യം അവർ മനസ്സിലാക്കുന്നില്ല. അങ്ങനെ അവർ വലിയ ലോൺ എടുത്ത് അവസാനം അത് തിരിച്ചടയ്ക്കാൻ വേണ്ടി സാധിക്കാതെ അവർക്ക് വരും. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സാലറിക്ക് അനുസരിച്ച് എത്ര നിങ്ങൾക്ക് വീട്ടിലേക്ക് അഫോർഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും എന്നുള്ളൊരു കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ അത് നമുക്കിന്ന് നോക്കാം. അപ്പോൾ ആദ്യത്തെ കാര്യം, നിങ്ങളുടെ ഹോം ലോൺ ടെന്യൂർ മാക്സിമം 20 വർഷമായിരിക്കണം. അപ്പോൾ ടെന്യൂർ കൂടുവാണെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റും കൂടും. അടുത്ത്, നിങ്ങളുടെ മന്ത്ലി ഇൻകത്തിൻ്റെ 30% വരെ നിങ്ങളുടെ EMI പാടുള്ളൂ. അപ്പോൾ ലാസ്റ്റത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 40% ഡൗൺ പേയ്മെൻറ്റ് ചെയ്തിരിക്കണം. അപ്പോൾ നമുക്കിതൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാലോ? അപ്പോൾ നിങ്ങളിപ്പം ഒരു വർഷം ഒരു 15 ലക്ഷം രൂപ നിങ്ങൾ സമ്പാദിക്കുന്നുണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ആഫ്റ്റർ ടാക്സ് മന്ത്ലി ഇൻകം ഏകദേശം 1,13,000 രൂപയായിരിക്കും. ഇവിടെ 30% EMI എന്ന് പറഞ്ഞാൽ 33,900 രൂപ വരും. അപ്പോൾ ഇവിടെ ഹോം ലോൺ ഇൻട്രസ്റ്റ് ഒരു 8.5% വിചാരിക്കുക. അങ്ങനെയെങ്കിലും ഇവിടെ 37,500 രൂപയുടെ 20 വർഷത്തെ ടെന്യൂർ വരുമ്പോൾ നിങ്ങൾക്ക് 39 ലക്ഷം രൂപയുടെ ലോൺ ലഭിക്കും. ഇപ്പം 40% ഡൗൺ പേയ്മെൻ്റ് ആയ 26 ലക്ഷം കൂടി നിങ്ങൾക്ക് കൂട്ടുമ്പോൾ നിങ്ങൾക്ക് 65 ലക്ഷം രൂപ മൂല്യമുള്ള ഒരു വീട് അഫോർഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇനിയിപ്പം നിങ്ങളുടെ വീട്ടിൽ 2 പേർക്ക് വരുമാനം ഉണ്ടെങ്കിൽ ഈ ഒരു വാല്യൂ കൂടും. അപ്പോൾ പൊതുവേ ഒരു 35 വയസ്സിന് ശേഷം വീട് വാങ്ങാനാണ് നമ്മൾ അഡ്വൈസ് ചെയ്യാറുള്ളത്. കാരണം ഈ ഒരു പ്രായം ആകുമ്പോഴേക്കും നിങ്ങൾക്ക് കൂടുതൽ ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി, അതുപോലെ സേവിങ്സ് ഒക്കെ ആവും. അപ്പോൾ നിങ്ങൾ ഈ ഒരു റൂൾ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യണമെന്നില്ല. നിങ്ങളുടെ റിസ്ക് അപ്പറ്റൈറ്റ്, അതുപോലെ സേവിങ്സ് അനുസരിച്ച് നിങ്ങളുടെ ഡൗൺ പേയ്മെൻറ്റ്, അതുപോലെ EMI പെർസെൻറ്റേജ് ഒക്കെ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് ഇവിടെ. ഇപ്പം പറയുവാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഒരു 20% ഡൗൺ പേയ്മെൻറ്റ് മതി, അതും അതിനൊരു 35% EMI അഫോർഡ് ചെയ്യാൻ വേണ്ടി സാധിക്കുമെങ്കിൽ നിങ്ങൾക്ക് ഒരു 57 ലക്ഷം രൂപയുടെ ഒരു വീട് നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ അഫോർഡ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്ന വീടിൻ്റെ മാക്സിമം വാല്യൂ വരുന്ന 56,96,725 രൂപയാണ്. അപ്പം നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ നോക്കിയിട്ടുണ്ടെങ്കിൽ കാൽക്കുലേറ്റർ അവൈലബിൾ ആണ്. സോ നിങ്ങളുടെ സാലറി വെച്ച് നിങ്ങൾക്ക് എത്ര പേര് വീട്ടിലേക്ക് മുടക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് താഴെ അത് കമൻസിൽ നമ്മളോട് മെൻഷൻ ചെയ്യാം.